നേതാവിന് ആശുപത്രിവാസം പരമസുഖം. രചന, തിരക്കഥ, അവതരണം PC ജോർജ്. സംഘടന മാഫിയ ശശിയല്ല, പോലീസായിരുന്നു നടത്തേണ്ടിയിരുന്നത്. പക്ഷെ PC ജോർജ് അതിസാഹസികമായി അങ്ങ് കീഴടങ്ങി. സാഷ്ടാംഗം വീണ് കാലു പിടിച്ച് കിടക്കുന്നവനെ പിന്നെ എന്ത് ശിക്ഷിക്കാൻ? ഒന്നും കാണാതെ അല്ല PC കീഴടങ്ങിയത്. കീഴടങ്ങുന്നതിന് മുൻപേ ആശുപത്രിയിൽ ഒരു മുറി തരപ്പെടുത്തി വെച്ചിരുന്നു. അല്ലേലും ഇത്രയും പ്രായമൊക്കെ ആയ ഒരാൾക്ക് അല്പസ്വല്പം ഷുഗറും കൊളസ്ട്രോളും നെഞ്ചിടിപ്പിന്റെ കൂടുതലും ഒക്കെ ഇല്ലെങ്കിലല്ലേ അതൊരു മോശം. എന്തായാലും PC-യുടെ തിരക്കഥ മോശമായില്ല. അന്ന് മുതൽ സുഖമായിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ് കക്ഷി. കുറച്ചുനാളായി ശരീരത്തിനും നാവിനും വിശ്രമമില്ലാത്തതല്ലേ, ഈ കിട്ടിയ അവസരമെങ്കിലും ശരിക്കങ്ങ് മുതലാക്കാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ സർക്കാർ ചിലവിൽ സുഖചികിത്സ. എന്താ അല്ലേ? PC-യോടാണ് കോടതിയുടെ കളി. വർഗീയ വിദ്വേഷ പരാമർശത്തിന് റിമാൻഡിലായ BJP നേതാവ് PC ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നു. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ജോർജ് നൽകിയ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിച്ച് ജാമ്യം നൽകും വരെ PC-ക്ക് ഹൃദയമിടിപ്പ് ഇനി കുറയുമെന്ന് ആരും കരുതേണ്ട. ജനം TV ചാനൽ ചർച്ചയിലാണ് മുസ്ലിം മതവിഭാഗത്തിനെതിരെ കടുത്ത വിദ്വേഷ പരാമർശം PC ജോർജ് നടത്തിയത്. ചാനൽ ചർച്ചയിൽ നടത്തിയ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് അന്ന് BJP നേതാവ് PC ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നു. യൂത്ത് ലീഗിന്റെ പരാതിയിലാണ് മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് അന്ന് കേസെടുത്തത്. ജനുവരി 6-ന് നടന്ന ചാനൽ ചർച്ചയിലെ പരാമർശത്തിനാണ് കേസ്. രാജ്യത്തെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് ജോർജ് ചർച്ചയിൽ പറഞ്ഞത്. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും PC ചർച്ചയിൽ ആരോപിച്ചു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ പോയ PC ജോർജ് കഴിഞ്ഞ ദിവസം നാടകീയമായി ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. ജോർജ് നൽകിയ ജാമ്യാപേക്ഷ തള്ളിയ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വൈദ്യപരിശോധനയിൽ ECGയിൽ വ്യത്യാസം കണ്ടതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. PC വായപോയ കോടാലിയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നു കരുതി പ്രായത്തിന്റെ മുറുമുറുപ്പ് കൂടിയതോടെ PC-ക്ക് ആരോട് എന്ത്, എങ്ങനെ, എവിടെ വെച്ച് പറയണമെന്ന് തീരെ അറിയാതായി. അല്ലെങ്കിലും നേതാക്കന്മാർക്ക് റിട്ടയർമെന്റ് ഇല്ലല്ലോ. ഒരു പ്രായം കഴിഞ്ഞാൽ തന്നെ കൊണ്ട് പറ്റില്ല എങ്കിൽ റിട്ടയർമെന്റ് എടുത്ത് ഈ പൊതുജീവിതവും അവസാനിപ്പിച്ച് വീട്ടിൽ പേരക്കുട്ടികളെയും കളിപ്പിച്ചിരിക്കുന്നതല്ലേ അതിന്റെ ഒരു ശരി. ഒരു നേതാവിന് സാമാന്യം ഉണ്ടാകേണ്ട മര്യാദ പോലും ഇദ്ദേഹം പണ്ടും ഇന്നും പൊതുവേദികളിൽ പോലും കാണിച്ചിട്ടില്ല. അധികാരത്തിന്റെയും പണത്തിന്റെയും കുറച്ചൊന്നുമല്ല പൊതുജനത്തിനോട് നാവിട്ടലക്കി തീർത്തത്. PC ജോർജിന്റെ ചാനൽ ചർച്ചയും കൊടുങ്ങല്ലൂർ ഭരണിയും ഒരേ താളത്തിലാണ്. നട്ടലുള്ളവർ ഇതൊന്ന് അവസാനിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ് പിന്നെയും പൊതുസമൂഹത്തിൽ വന്നിരുന്നു ഈ അഴുക്ക് ഛർദിച്ചു വെക്കുന്നതിന്റെ പിന്നിൽ. ഇപ്പോഴും PC-ക്ക് എന്താണ് പറ്റിയത്? യാതൊന്നും നിയമത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. PC ആശുപത്രിയിൽ സുഖവാസത്തിലാണ്. കോടതി ജാമ്യം നൽകുന്നത് വരെ അത് തുടരും. ജാമ്യം നൽകുമ്പോൾ കുറച്ചു ദിവസം വീട്ടിലൊന്ന് വിശ്രമിക്കും. പിന്നെ വീണ്ടും പൊതുജനത്തിന്റെ നെഞ്ചത്തേക്ക് എന്നെ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന ധാർഷ്ട്യവുമായി ഇറങ്ങും. ഇനി കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അവസാനം PC ജോർജ് നാടകത്തിൽ എഴുതി ചേർക്കാൻ പോകുന്നത് ശുഭം എന്ന് തന്നെയാണ്.